ുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നിരന്തരമായി നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമൊക്കെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം രക്ഷപ്പെടുകയാണ്. നിങ്ങളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുകയാണ്. ഈമാനിൽ അള്ളാഹു വർധനവ് നൽകുകയാണ്. ഏതൊക്കെയാണ് ആ പ്രാർത്ഥനകളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നായി, പല ദിക്കുകളിൽ നിന്നായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ റബ്ബേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ. എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. മാനസികമായ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് റാഹത്തും സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ, നിങ്ങളും അതിൽ പങ്കെടുക്കുക, ബർക്കത്ത് കരസ്ഥമാക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്രമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ, ഇബാദത്ത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ പരിചയാണ് സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന് വരുന്ന പ്രയാസങ്ങൾ തടുക്കാനുള്ള പരിചയാണ് പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തി, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. നമ്മൾക്ക് പലർക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം. കച്ചവടത്തിൽ ബർക്കത്ത് വേണം, നല്ല ജോലി വേണം, നല്ല മക്കളെ വേണം, നല്ല വീട് വേണം. പക്ഷെ പലർക്കും ദുആ ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങളെ ഉയർത്തിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹുവിന് ദേഷ്യമായിരിക്കും. അള്ളാഹു ഒരിക്കലും അവരെ ഇഷ്ടപ്പെടുകയില്ല. റഹ്മത്തിന്റെ നോട്ടം അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്താൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള സമയമായതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളെ ക്ലാസ് കേൾക്കുന്നവരും രാവിലെ 6 മണിക്ക് നടക്കുന്ന മജ്ലിസിൽ പ്രവേശിക്കുന്നവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന ദുആകൾ നിങ്ങളെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ രക്ഷപ്പെടും. അള്ളാന്റെ കാവലുണ്ടാവും. നിങ്ങളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ഏത് മാറാത്ത പ്രയാസമാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടുകൂടെ അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങൾ മാറ്റിത്തരികയാണ്. ഏതൊക്കെയാണ് ആ പ്രാർത്ഥനകൾ എന്ന് വിശദമായി നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒന്നാമതായി ഉൾപ്പെടുത്തേണ്ടത് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് പുറമെ നമ്മൾ ഈമാൻ വർദ്ധിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈമാൻ എന്ന് പറയുന്നത് അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ദിവസവും ഈമാനിൽ വർധനവ് വേണം. അപ്പൊ എല്ലാ ദിവസവും ഈമാനിൽ വർധനവിന് വേണ്ടി അതിരാവിലെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ പ്രത്യേകം അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ
പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഉണ്ടാകും. പിശാചിന്, ഇബ്ലീസിന് നമ്മളെ പേപ്പിക്കാൻ കഴിയൂല. നിസ്കരിക്കുമ്പോഴുള്ള മടികളൊക്കെ മാറിക്കിട്ടും. ദിക്ർ ചൊല്ലുമ്പോൾ, ഖുർആൻ ഓതുമ്പോഴുള്ള മടികളൊക്കെ മാറിക്കിട്ടും, ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഒന്നാമതായി നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷമൊക്കെ ദുആ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ നമ്മളുടെ ഈ ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ഏത് ദിവസത്തിലാണോ നമ്മൾ ദുആ ചെയ്യുന്നത്, ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദുആ എല്ലാവർക്കും അറിയാലോ, അതെങ്കിലും ഉപയോഗപ്പെടുത്തുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന പ്രാർത്ഥന അതിരാവിലെ തന്നെ നമ്മൾ ചൊല്ലുക. മലയാളത്തിൽ ദുആ ചെയ്താൽ മതി കേട്ടോ, അറബിയിൽ തന്നെ ദുആ ചെയ്യണമെന്നില്ല. മൂന്നാമത് നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി, ഈ ദിവസത്തെ സർവ്വ നന്മകളും എനിക്ക് നൽകണേ അല്ലാഹ്. ഈ ദിവസത്തിൽ നന്മയല്ലാതെ മറ്റൊന്നും എനിക്ക് നൽകല്ലേ അല്ലാഹ്. നന്മയുടെ കവാടങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് തുറന്നു നൽകണേ റബ്ബേ എന്ന് നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. എങ്ങനെയാണ് ദുആ ചെയ്യണത്? തഹജ്ജുദ് നിസ്കാരം നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ ഈ ദിവസത്തെ സർവ്വ നന്മകളും എനിക്ക് നൽകണേ, ഈ ദിവസത്തെ സർവ്വ നന്മയുടെ കവാടങ്ങളും എന്റെ ജീവിതത്തിലേക്ക്, മക്കളുടെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. നാലാമത് ദുആ ചെയ്യേണ്ടത് എല്ലാ പ്രയാസങ്ങളും, എല്ലാ കുടുക്കുകളും, എല്ലാ ഇടങ്ങേറുകളും മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ? എല്ലാ പ്രയാസങ്ങളും മാറാനും, എല്ലാ കുടുക്കുകളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ ടെൻഷനുകളും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നല്ല ഹാപ്പിയായി ഇബാദത്ത് ചെയ്യണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയാണ്. അഞ്ചാമത് നമ്മൾ ദുആ ചെയ്യേണ്ടത് ആ ദിവസത്തെ ബറക്കത്തിന് വേണ്ടിയാണ്. ആ ദിവസത്തെ ബർക്കത്ത് പ്രത്യേകം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കണം. ഓരോ ദിവസവും അള്ളാഹു ബർക്കത്ത് നൽകുന്നുണ്ട്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം അള്ളാഹു റിസ്ക് വിശാലമാക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസത്തെ ബർക്കത്തും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. അതിന് എല്ലാ ദിവസവും ദുആ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ അല്ലാഹുവേ ഈ ദിവസത്തെ ബറക്കത്ത് എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും നൽകണേ അല്ലാ, എല്ലാവർക്കും അയൽവാസികൾക്കൊക്കെ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുക. എല്ലാ ദിവസത്തെ ബറക്കത്തും എല്ലാ ദിവസവും അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആറാമത് നമ്മൾ ചോദിക്കേണ്ടത് ഈ ദിവസത്തിലുള്ള വിജയം ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ ദിവസവും വിജയവും പരാജയവും അള്ളാഹു തീരുമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം പല ആളുകളും പരാജയപ്പെടും, അടുത്ത ദിവസം വിജയിക്കും. ചിലപ്പോൾ ഒരു മാസം പരാജയക്കാരം, പിന്നെയായിരിക്കും വിജയം. അപ്പൊ എല്ലാ ദിവസവും വിജയവും പരാജയവും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുക. വിജയം എന്ന് പറയുമ്പോൾ പരീക്ഷയിൽ വിജയമാകാം, കച്ചവടത്തിൽ വിജയമാകാം, ദാമ്പത്തിക ജീവിതത്തിൽ വിജയമാകാം, മക്കളുടെ വിഷയത്തിൽ വിജയമാകാം. അപ്പൊ എല്ലാ ദിവസത്തെ വിജയവും അന്നന്ന് അള്ളാഹുവിനോട് അതിരാവിലെ തന്നെ നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ഏഴാമത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഈ ലോകത്ത് നമ്മൾക്ക് റാഹത്തോടെ ജീവിക്കാൻ കഴിയൂല. ഏത് മുതലാളിയാണെങ്കിലും, ഏത് തൊഴിലാളിയാണെങ്കിലും, ഏത് മന്ത്രിയാണെങ്കിലും, ഏത് പാമരനാണെങ്കിലും, ഏത് ശക്തനാണെങ്കിലും, ഏത് കഴിവുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂല. എല്ലാവരും അള്ളാഹുവിന്റെ റഹ്മത്തിലെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അതിരാവിലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. മറന്നു പോകാൻ പാടില്ല. എട്ടാമത് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഹൃദയം വിശാലമാകാൻ വേണ്ടിയാണ്. മക്കൾ നന്നാവാൻ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, മരുമക്കളെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യാറുണ്ട്, അയൽവാസികളുടെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യാറുണ്ട്, കുടുംബക്കാര് നന്നാവാൻ
നന്നാവാൻ ദുആ ചെയ്യലുണ്ട്. പക്ഷേ അതുപോരാ, നമ്മൾ നന്നാവാൻ ദുആ ചെയ്യണം. നമ്മളെ ഖൽബ് നന്നാവാൻ ദുആ ചെയ്യണം. ആരോടും അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ, വെറുപ്പില്ലാതെ, ആരോടും ദേഷ്യമില്ലാത്ത ഒരു സ്വഭാവം, ഒരു ഹൃദയം നമ്മൾക്ക് വേണം. അതുകൊണ്ട് ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി, നല്ല മനസ്സിന് വേണ്ടി അള്ളാഹുവിനോട് എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യണം. മറന്നു പോകരുതേ. ഒമ്പതാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ലഭിക്കണം. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിന്റെ സഹായം നമ്മൾക്ക് ഒരിക്കലും മുടക്കൂല എന്നുള്ളതാണ്. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ദൂനി അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ചോദിക്കാത്തോണ്ടല്ലേ, നിങ്ങൾ ചോദിക്കി, നിങ്ങൾക്ക് എന്റെ സഹായം നൽകാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ സഹായം ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10ാമത്തെ കാര്യം, അള്ളാഹുവിനോട് ആരോഗ്യത്തിന് ചോദിക്കണം, അള്ളാഹുവിനോട് സമ്പത്ത് ചോദിക്കണം, കടം വീടാൻ ദുആ ചെയ്യണം. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഇത് മാത്രമേ പല ആളുകളും ചെയ്യുള്ളൂ. കടം വീടുക, സമ്പത്ത് വീടുക, ജോലി, വീട്, മറ്റുള്ള കാര്യത്തിന്, ആഖിറ വിജയത്തിനൊന്നും പല ആളുകളും ദുആ ചെയ്യാറില്ല. അതും ദുആ ചെയ്യണം. ദുനിയാവിലും രക്ഷപ്പെടണം, ആഖിറത്തിലും രക്ഷപ്പെടണം. അപ്പൊ ഒമ്പതാമതായിട്ടൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്, നല്ല ആരോഗ്യം ലഭിക്കാൻ, അതുപോലെ തന്നെ നല്ല സമ്പത്ത് ലഭിക്കാൻ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ. 10ാമതായി നമ്മൾ അള്ളാഹുവിനോട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ 11ാമത്തെ കാര്യം, മഹാന്മാരുടെ പാത പിൻപറ്റാൻ ദുആ ചെയ്യണം. സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. മഹാന്മാരുടെ പാത, അമ്പിയാക്കൾ പഠിപ്പിച്ച വഴി, മഹാനായ CM വലിയുള്ള തങ്ങൾ പഠിപ്പിച്ച വഴി, ശംസുൽ ഉലമ പഠിപ്പിച്ച ഒരു വഴിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച ഒരു വഴിയുണ്ട്, OK ഉസ്താദ് പഠിപ്പിച്ച ഒരു വഴിയുണ്ട് ഇവിടെ. ഇങ്ങനെ നമ്മളുടെ ഉസ്താദുമാര്, മഹാന്മാര് പഠിപ്പിച്ച ഒരു വഴി, ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ശുഹദാക്കൾ പഠിപ്പിച്ച വഴി, മുത്തുനബി പഠിപ്പിച്ച വഴി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വഴി, അതിലൂടെ ജീവിച്ചു മരിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ മാത്രമല്ല, നമ്മളെ മക്കളൊക്കെ ആ വഴിയിലൂടെ നടക്കണം. അതിന് പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ നമ്മളെ പ്രാർത്ഥനയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന. അത് ഒഴിവാക്കരുത് കേട്ടോ. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. എന്നാൽ ജീവിതത്തിൽ വലിയ ബർക്കത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യണം. സത്യവിശ്വാസികൾക്ക് നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് പോകല്ല. ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കൊക്കെ ദുആ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾക്ക് വിജയം ഉണ്ടാകും, നല്ല റാഹത്ത് ഉണ്ടാകും, ടെൻഷനൊക്കെ മാറും, അള്ളാഹിന്റെ പ്രത്യേക സഹായം ഉണ്ടാകും, കടങ്ങളൊക്കെ വീടും, എല്ലാ രക്ഷയും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.